പഞ്ചാബിൽ നടന്ന ഒരു കേസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ കേസിനെ കുറിച്ച് പറയാൻ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ പോലും ഭയപ്പെടുന്നു. സർക്കാർ മൗനം പാലിക്കുകയാണ്. പോലീസ് യാതൊരു അന്വേഷണവും നടത്തുന്നില്ല. അതേ കേസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ കേസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിയുക എന്നതാണ്. സർക്കാരിനുമേൽ ഒരു സമ്മർദ്ദം ഉയർന്ന് തീർച്ചയായും ഇതിന്റെ പരിഹാരം ഉണ്ടാകണം. ആ പെൺകുട്ടിക്കും കുടുംബത്തിനും നീതി ലഭിക്കണം. ഈ ഒരു കേസിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, പെൺകുട്ടിയെ രക്ഷിക്കാൻ എന്ന പേരിൽ പഞ്ചാബ് പോലീസ് തന്നെ ക്രിമിനലിന്റെ വീട്ടിലെത്തി. എന്നാൽ യാതൊരു അന്വേഷണവും നടത്താതെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ നിന്നും മടങ്ങിപ്പോയി. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അതേ വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. പക്ഷെ ഏറ്റവും വലിയൊരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് പോലീസ് ആ ക്രിമിനലിനെതിരെ ഒരു അന്വേഷണവും നടത്താതിരുന്നത്? അങ്ങനെ ആ പെൺകുട്ടിക്ക് ആ വീട്ടിൽ നിന്ന് എന്ത് സംഭവിച്ചു? എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആ പെൺകുട്ടിയുടെ പേര് പ്രഭ്ലീൻ കൗർ. അവൾ തന്റെ അമ്മയോടൊപ്പം ജലന്ധറിലെ പാരസ്റ്റേറ്റ് സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്. പ്രഭ്ലീന്റെ അമ്മയുടെ ഒരു സ്വപ്നം ഇതായിരുന്നു, മകൾ പഠിച്ചു വലിയവളായി നല്ലൊരു ജോലി നേടി കുടുംബത്തിന്റെ അവസ്ഥ മെച്ചപ്പെടുത്തണം. എന്നാൽ ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് അമ്മ ഒരിക്കലും കരുതിയിരുന്നില്ല. തന്റെ മകൾ തന്റെ കൈകളിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ആ ഒരു ദിവസം 2025 നവംബർ മാസം 23 വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം ഒരു 4:02 CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്നത് പ്രഭ്ലീൻ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അവളുടെ സുഹൃത്തിന്റെ വീട് വെറും 2 വീട് അകലെയായിരുന്നു. വീട് അടുത്തായതിനാൽ അമ്മയ്ക്ക് അധികം ആശങ്ക ഉണ്ടായിരുന്നില്ല. അവൾ പതിവായി സുഹൃത്തിന്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അന്നും സാധാരണ ദിവസങ്ങളെ പോലെ തന്നെയായിരുന്നു. എന്നാൽ 4:05 CCTVയിൽ പ്രഭ്ലീൻ സുഹൃത്തിന്റെ വീട്ടിൽ കയറുന്നതായി കാണാം. എന്നാൽ അവൾക്കറിയില്ലായിരുന്നു ആ ഒരു ഒറ്റ ചുവട് അവളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഭീകരമായ തീരുമാനമായി മാറുമെന്ന്. 1 മണിക്കൂർ കഴിഞ്ഞു, എന്നിട്ടും പ്രഭ്ലീൻ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. അമ്മയ്ക്കിപ്പോ എന്തോ സംശയം തോന്നി. മകൾക്കിപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ അമ്മ ഓരോ വീടുകൾ ചെന്ന് വാതിൽ മുട്ടാൻ തുടങ്ങി, മകളെ തിരയാൻ തുടങ്ങി. പക്ഷെ ഒരു വീട്ടിലും അവരുടെ മകളെ കണ്ടെത്താനായില്ല. അവസാനം അവർ ആ പ്രഭ്ലീന്റെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ വാതിൽ തുറന്നത് ഹർവിന്ദർ സിംഗ് എന്നൊരു വ്യക്തിയായിരുന്നു. വാതിൽ തുറന്നതോടെ പ്രഭ്ലീന്റെ അമ്മ ചോദിച്ചു, എന്റെ മകൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന്. അതിനുത്തരമായി അയാൾ പറഞ്ഞത്, അതെ, നിങ്ങളുടെ മകൾ ഇവിടെ വന്നിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവിടെ ഇല്ല, പോയി എന്ന്. എന്നാൽ അതായിരുന്നു പ്രഭ്ലീനെ കണ്ടെത്താൻ അവളുടെ അമ്മയ്ക്ക് കിട്ടിയിരുന്ന അവസാനത്തെ വീട്. ഈ വാക്കുകൾ കേട്ടതോടെ അവരുടെ മനസ്സ് പൂർണ്ണമായും തകർന്നു. മകളുടെ കയ്യിൽ മൊബൈൽ ഫോൺ പോലും ഉണ്ടായിരുന്നില്ല. അവൾ ചെറിയ പ്രായമായിരുന്നു. ഇപ്പോൾ അമ്മയുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം, എവിടേക്കാണ് എന്റെ മകൾ പോയത്? ആ സൊസൈറ്റിയിലെ എല്ലാവരും കൂടെ തിരച്ചിലേർപ്പെട്ടു. സമയം ഇപ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞു. എന്നിട്ടും ആ മകളെ ആർക്കും കണ്ടെത്താനായില്ല. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഒരേ ചോദ്യത്തിലെത്തി, ഇത്രയും കുറച്ച് വീടുകൾക്കിടയിൽ നിന്നും ഒരു പെൺകുട്ടി എങ്ങനെയാണ് അപ്രത്യക്ഷമാവുക? ഇതിനുശേഷം പ്രഭ്ലീന്റെ അമ്മയും മറ്റു ചില ആളുകളും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് മകളെ കാണാനില്ല എന്നൊരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. പോലീസ് വന്ന് തങ്ങളുടെ മകളെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരുമെന്ന ആശയോടെയായിരുന്നു അവർ. പക്ഷെ പോലീസ് തങ്ങളുടെ ജോലി ചെയ്ത രീതി കേട്ടാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും. ചിലപ്പോൾ ദേഷ്യം പോലും വന്നു എന്നിരിക്കും. കാരണം നമ്മെ സംരക്ഷിക്കേണ്ട പോലീസ് ഇങ്ങനെ എങ്ങനെ പെരുമാറുമെന്നൊരു ചോദ്യം ഉയരും. ആദ്യം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചുറ്റുമുള്ള വീടുകളിലെ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചു. ഒരു CCTV ദൃശ്യത്തിൽ വ്യക്തമായി കണ്ടത് ഇതായിരുന്നു, പ്രഭ്ലീൻ ഹർവിന്ദർ സിംഗിന്റെ വീട്ടിലേക്ക് പോകുന്നത്. പൂർണ്ണമായും 2 മണിക്കൂർ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും ഒരു ഫ്രെയിമിൽ പോലും പ്രഭ്ലീൻ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നതായി കാണുന്നില്ല. ഇത് കണ്ടതോടെ ജനങ്ങളുടെ ദേഷ്യം വീണ്ടും കൂടി. ആളുകൾ തുറന്നു പറയാൻ തുടങ്ങി, പെൺകുട്ടി ഈ വീടിനുള്ളിലാണ് ഉള്ളത് എന്ന്. എല്ലാവർക്കും ആ ഒരേ സംശയം തന്നെയാണ്, ഹർവിന്ദർ സിംഗ് എന്നയാളാണ് പെൺകുട്ടിയോട് എന്തോ ചെയ്തത് എന്ന്. എന്നാൽ ഇവിടെ മറ്റൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു, ആ വീടിനുള്ളിൽ കയറാൻ ആർക്കും അങ്ങനെ ധൈര്യം ഉണ്ടായിരുന്നില്ല. പോലീസിന് പോലും തിരച്ചിൽ നടത്താനുള്ള വ്യക്തമായ അനുമതി ഉണ്ടായിരുന്നില്ല. എങ്കിലും വൈകുന്നേരം ഒരു 6:15 ASI മംഗൾറാം തന്റെ ഒരു കോൺസ്റ്റബിളോടൊപ്പം ആ സൊസൈറ്റിയിലെത്തി. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ASIയോട് അപേക്ഷിച്ചു, ദയവ് ചെയ്ത് ആ വീടിനുള്ളിൽ തിരച്ചിൽ നടത്താൻ. അതിനുശേഷം ഈ മംഗൾറാം ആ വീടിന്റെ വാതിൽ മുട്ടുന്നു. വാതിൽ തുറന്നത് ഹർവിന്ദർ സിംഗ് തന്നെയാണ്. അവൻ പറഞ്ഞത്, ഇവിടെ ആ കുട്ടിയില്ല, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്നും പോകണം, എന്റെ വീടിനുള്ളിൽ അങ്ങനെ ഒരു പെൺകുട്ടിയും ഇല്ല എന്ന്. പക്ഷെ പുറത്തുനിന്ന ആളുകൾ പോലീസിന്മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷം പോലീസ് ആ വീടിനുള്ളിലേക്ക് കയറി. ഒരു 15-20 മിനിറ്റോളം അവർ വീടിനുള്ളിൽ പരിശോധിച്ചു.
പക്ഷെ ഒന്നും കണ്ടെത്താനായില്ല. തിരച്ചിലിന് ശേഷം ASI പുറത്തേക്ക് വന്നു. ജനങ്ങളോട് പറഞ്ഞു, ഞാൻ മുഴുവൻ വീടും പരിശോധിച്ചു, അകത്താരും ഇല്ല. നിങ്ങളെല്ലാം നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിക്കൊള്ളുക. ഞങ്ങൾ തിരച്ചിൽ തുടങ്ങാം. പെൺകുട്ടിയെ കണ്ടെത്തിയതിനു ശേഷം നിങ്ങളെ അറിയിക്കാം എന്ന്. പക്ഷെ ജനങ്ങൾക്ക് അപ്പോഴും അതേ സംശയമായിരുന്നു. കാരണം CCTVയിൽ കണ്ടതൊന്നു മാത്രമാണ്, പ്രഭലീൻ ആ വീടിനുള്ളിലേക്ക് പോകുന്നത്. എന്നിട്ടും പോലീസ് ഒരു യഥാർത്ഥ അന്വേഷണം പോലും നടത്താതെ അവിടെ നിന്നും മടങ്ങിപ്പോയി. ഇവിടെയാണ് പോലീസിന്റെ ഏറ്റവും വലിയ പിഴവ് സംഭവിച്ചത്. വീടിനുള്ളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അത് ശരിയായ രീതിയിൽ നടത്തിയില്ല. പോലീസ് പോയതിനു ശേഷം ആ സൊസൈറ്റിയിൽ ഉടനീളം ഒരു ഭീതിയാണ് നിറഞ്ഞത്. ഒരു പെൺകുട്ടി കാണാതായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം അവൾ ആ വീടിനുള്ളിൽ ഉണ്ടെന്ന്. എന്നിട്ടും ആ വീടിനുള്ളിൽ കയറി അവളെ അന്വേഷിക്കാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല. ഇതിനിടെ പെൺകുട്ടിയെ കാണാതായിട്ട് 5 മണിക്കൂർ കഴിഞ്ഞു. സമയം രാത്രി 11 മണി. പക്ഷെ എല്ലാവർക്കും സംശയമായിരുന്ന ആ ഹർവീന്ദർ സിംഗ്, അയാൾ തന്റെ വീടിനുള്ളിൽ നിശബ്ദനായിരിക്കുകയായിരുന്നു. അവൻ പെൺകുട്ടിയെ അന്വേഷിക്കാൻ ഒരു തരത്തിലുള്ള ശ്രമവും നടത്തിയില്ല. അതിനുശേഷം ആളുകളെല്ലാം ഒന്നിച്ചുകൂടി ഒരു തീരുമാനമെടുത്തു. ഒരു വലിയ ജനക്കൂട്ടം അവന്റെ വീടിന്റെ വാതിൽ പൊളിച്ചു തകർക്കുന്നു. എല്ലാവരും വീടിനുള്ളിൽ കയറുന്നു. ഓരോ മുറിയും അടുക്കളയും എല്ലാം പരിശോധിക്കുന്നു. എന്നിട്ടും പ്രഭലിനെ കണ്ടെത്താനായില്ല. അവസാനം ഒരു വ്യക്തി വീടിന് പിന്നിലുള്ള ഒരു മുറിയുടെ വാഷ്റൂമിലേക്ക് പോകുന്നു. അത് പൂർണ്ണമായും പൂട്ടിയിരിക്കുകയാണ്. വാതിൽ തുറന്ന നിമിഷം ആ വാഷ്റൂമിനുള്ളിൽ പ്രഭ്ലിൻ കൗർ എല്ലാവർക്കും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നാൽ അവളുടെ അവസ്ഥ അത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവളുടെ ശരീരം ഒട്ടാകെ ആഴത്തിലുള്ള മുറിവുകളും പാടുകളും ഉണ്ടായിരുന്നു. ഇതൊരു മനുഷ്യനാൽ ചെയ്തതല്ല, ഒരു ക്രൂര മൃഗം ചെയ്തതുപോലെ തോന്നുന്ന കാഴ്ചയായിരുന്നു. ഇത് കണ്ടതോടെ ജനങ്ങൾ ഹർവീന്ദർ സിംഗിന്റെ വീട്, കാറ് കയ്യിൽ കിട്ടി എല്ലാം തകർക്കാൻ തുടങ്ങി. മുഴുവൻ പ്രദേശത്തും ഈ വാർത്ത പടർന്നു. ഇതിനിടെ പ്രഭലിനെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. മറ്റൊരു വഴിക്ക് എല്ലാവരും ചേർന്ന് ഹർവീന്ദർ സിംഗിനെ മർദ്ദിക്കാൻ തുടങ്ങി. ഇതിനിടെ പെട്ടെന്ന് പോലീസും അവിടെ എത്തിച്ചേർന്നു. ഇവിടെയാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം വരുന്നത്. ആദ്യമായി ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ടപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് അവിടെ എത്തിയത്. വന്നപ്പോൾ കുട്ടിയെ ശരിയായ രീതിയിൽ തിരച്ചിൽ നടത്താൻ പോലും ശ്രമിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഹർവീന്ദർ സിംഗിന് നേരെ ആളുകൾ ആക്രമണം നടത്തുമ്പോൾ 5 മുതൽ 10 മിനിറ്റിനുള്ളിൽ മുഴുവൻ പോലീസ് സംഘവും അവിടെ എത്തിച്ചേർന്നു. എന്നാൽ ഇതിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം അറിയുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പ്രഭ്ലിൻ കൗർ ഇതിനകം മരിച്ചിരുന്നു. ഇതെല്ലാവരെയും ഒന്നടങ്കം ഞെട്ടിപ്പിച്ചൊരു കാര്യമായിരുന്നു. ഈ സമയത്താണ് ഈ ഹർവീന്ദർ സിംഗിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. നവംബർ മാസം 24, അടുത്ത ദിവസം ആശുപത്രിയിലായിരുന്ന ഹർവീന്ദർ സിംഗിന് ബോധം തിരികെ ലഭിക്കുന്നു. അതിനുശേഷം 23-ാം തീയതി ആ പെൺകുട്ടി അവന്റെ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് അവൻ പറയാൻ തുടങ്ങി. ഈ ഹർവീന്ദർ സിംഗിന്റെ പ്രായം ഏകദേശം 60 വയസ്സ്. അവനൊരു സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. അവന്റെ പെരുമാറ്റം അത്ര നല്ലതല്ല. ഭാര്യ അവനെ ഉപേക്ഷിച്ചു പോയി. ഇടയ്ക്കിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ പെട്ടുപോകും. ഇതെല്ലാം പറഞ്ഞതിനു ശേഷം അവൻ ആ ദിവസത്തെ സംഭവങ്ങൾ വിശദീകരിച്ചു. അന്നത്തെ ദിവസം വൈകുന്നേരം 4 മണിക്ക് പ്രഭലിൻ അവന്റെ വീടിന്റെ വാതിൽ മുട്ടി. അവൾ തന്റെ സുഹൃത്തിനെ കുറിച്ച് ചോദിച്ചു. അതിന് ഹർവീന്ദർ സിംഗ്, നീ അകത്തേക്ക് വാ, അവൾ ബാത്റൂമിലുണ്ടെന്നും പറഞ്ഞു. ഇത് കേട്ടതും പ്രഭലിൻ ഈ ഹർവീന്ദർ സിംഗിന്റെ പുറകെ അകത്തേക്ക് പോയി. എന്നാൽ അകത്ത് ചെന്നപ്പോൾ അവൾ കാണുന്നത് അവളുടെ സുഹൃത്ത് അവിടെ ഇല്ല. അങ്കിൾ, എന്റെ സുഹൃത്ത് ഇവിടെ ഇല്ലല്ലോ, അവൾ എവിടെയാണെന്ന് ചോദിച്ചു. ഇപ്പോൾ ഹർവീന്ദർ സിംഗ് പ്രഭലിനെ പിടിച്ചു മാറ്റി. അവൾ തെന്നി മാറാൻ ശ്രമിക്കുന്നു, വിളിച്ചു കൂവുന്നു. പക്ഷേ അത്രയും ശക്തമായ ശരീരമുള്ള ഹർവീന്ദർ അവളെ ഒരിക്കലും വിട്ടില്ല. അവിടെ നിന്ന് അവളുടെ ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്ന ക്രൂരതകൾ ആരംഭിക്കുന്നു. ആദ്യം അവൻ ആ പെൺകുട്ടിയോട് വളരെ മോശമായി പെരുമാറാൻ ശ്രമിച്ചു. അവൻ ആവശ്യമായതെല്ലാം ചെയ്തു. അവസാനം അവനൊരു ഭയം തോന്നി. ഇനി ഇവൾ ഇങ്ങനെ വിടുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അവൾ എല്ലാവരോടും പറയും, പോലീസും എന്നെ പിടിക്കാൻ വരും. ഈ ഒരു ഭയം അവനെ ഒരു വലിയ ക്രൂരതയിലേക്ക് തള്ളിവിട്ടു. ആ പെൺകുട്ടിയെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചു. ശ്വാസം മുട്ടിച്ച് അവൻ ആ കുഞ്ഞിനെ കൊന്നു. അവൻ അറിയാതെ പോയത് ഒരു കാര്യം മാത്രമാണ്, പുറത്ത് ആ മുഴുവൻ പ്രദേശവും എപ്പോഴും നിശബ്ദമായിരിക്കില്ല. അവസാനം ഹർവീന്ദർ സിംഗിന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് വെളിപ്പെട്ടു. ഇപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥരോട്, പോലീസുകാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പ്രഭലിൻ വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് അവസാന ശ്വാസം വിട്ടത്. പക്ഷെ പോലീസ് 6 മണിക്ക് തന്നെ ആ വീട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നു. പോലീസ് ആ സമയത്ത് ശരിയായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ പ്രഭലിനെ അവർക്ക് ജീവനോടെ കണ്ടെത്താമായിരുന്നു. ഇന്നവൾ നമുക്കിടയിൽ ജീവിച്ചിരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഹർവീന്ദർ സിംഗിന്റെ കാര്യം, അവന് സെക്ഷൻ 64, സെക്ഷൻ 103 പ്രകാരം 20 വർഷത്തെ ശിക്ഷ ലഭിക്കുമായിരുന്നു. പക്ഷെ അതും ലഭിച്ചില്ല. ഇന്നും ഹർവീന്ദർ സിംഗ് കുറ്റവാളിയാൻ തെളിയിക്കപ്പെടുകയോ അവൻ ആവശ്യമായ വിധി പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു കഥ നമ്മളോട് പറയുന്നത് ഒരേ ഒരു സത്യമാണ്, ന്യായം വൈകുമ്പോൾ കുറ്റകൃത്യം വിജയിക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കേണ്ട സമയത്ത് അധികാരികളും സംവിധാനങ്ങളും അവഗണനയും അലംഭാവവും കാണിച്ചാൽ
അതിനുള്ള വില മനുഷ്യജീവിതമായിരിക്കും. പോലീസ് സമയത്ത് ശരിയായ രീതിയിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഇന്നൊരു പെൺകുട്ടി ജീവിച്ചിരിക്കുമായിരുന്നു. ഈയൊരു കേസ് ഒരു വ്യക്തിയുടെ കുറ്റകൃത്യം അല്ല, മുഴുവൻ സിസ്റ്റത്തിന്റെ തന്നെ പരാജയമാണ്. സ്ത്രീകളുടെ സുരക്ഷയെ ഗൗരവമായി കാണാത്തിടത്തോളം കുറ്റവാളികൾക്ക് ധൈര്യം കൂടുകയും നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും. ന്യായത്തിനു വേണ്ടി ശബ്ദമുയർത്തുന്നത് ഒരു ഓപ്ഷൻ അല്ല, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതുപോലുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.